ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞങ്ങൾ കാഞ്ഞങ്ങാടിലെ ഹോട്ടൽ സമുദ്രസദ്യയിലാണ്. ഇതിനു മുമ്പ് ഞങ്ങളോട് വന്നിട്ടുണ്ടെങ്കിലും വീഡിയോ എടുക്കാൻ പറ്റില്ല ഗൈസ്. അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ വാളിൽ പല ആൾക്കാരുടെ റിവ്യൂസും പല സെലിബ്രിറ്റികളും അവിടെ വന്ന് ഫുഡ് കഴിച്ചതിൻ്റെ ഫോട്ടോ ഒക്കെ ഹാങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തത് 2 നോർമൽ മീൽസും 2 സമുദ്രസദ്യയാണ്. ഈ നോർമൽ മീൽസും സമുദ്രസദ്യയും തമ്മിലുള്ള വ്യത്യാസം എന്താ ഞാൻ വഴിയെ പറഞ്ഞുതരാം. ചേട്ടനും അമ്മയും നോർമൽ മീലാണ് സെലക്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവരുടെ മീൽ ആദ്യം വന്നു, അവർക്കുള്ള മീനും വന്നു. അത് സെലക്ട് ചെയ്യാനായിരുന്നു അവർക്ക് ഭയങ്കര കഷ്ടപ്പെട്ടു. കാരണം കുറേ മീനുകളുള്ളതുകൊണ്ട് ഇത് ഏത് സെലക്ട് ചെയ്യണമെന്ന് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. പിന്നെ ജോക്കുവിന് ഫുഡ് കഴിപ്പിക്കുന്ന കഷ്ടപ്പാടാണ്. കാട്ടും വെച്ച് കൊടുത്താലും ആശാൻ വാ വിളിക്കില്ല. അതങ്ങനെയാണ്. ചേട്ടനും അമ്മയും ഇവിടെ കഴിക്കാൻ തുടങ്ങി, ഞങ്ങളെ നോക്കി നിർത്തി. പക്ഷെ ഞങ്ങൾക്കുള്ള സമുദ്രസദ്യ വരും. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ സമുദ്രസദ്യ വന്നു. ഇതാണെങ്കിൽ സമുദ്രസദ്യ പ്ലേറ്റിൽ ഇല വെച്ച് അങ്ങനെയാണ് തരുന്നത്. ഇനി ഞാൻ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം പറയാം. സമുദ്രസദ്യയിൽ ഞങ്ങളോട് അവർ പ്രത്യേകിച്ച് മീനൊന്നും വേണം ചോദിക്കാൻ വന്നില്ല. കാരണം ഐക്കൂറ ആവൂല വെച്ച് ബാക്കി അവിടെയുള്ള എല്ലാ മീനുകളും ഞങ്ങളുടെ ഇലയിലുണ്ട്, ഉണക്കുമീൻ അടക്കം. പിന്നെ പായസവും മുട്ട പൊരിച്ചതുണ്ട്. അമ്മയും ചേട്ടനും നോർമൽ മീനാണ് എടുത്തത്. അതുകൊണ്ട് തന്നെ അവരുടെ ഇലയിൽ ഇല്ലാത്ത മീനുകളും കറികളും എല്ലാം ഞങ്ങളുടെ പ്ലേറ്റിൽ നിന്ന് ഞങ്ങൾ അവർക്കും കൊടുത്തു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കഴിക്കണം. എന്തായാലും അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും ഇനി കാഞ്ഞങ്ങാട് പോകുന്നുണ്ട്, ഇതെന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. അടിപൊളി